പവർ റൂമിന് മുന്നിൽ നിരാഹാര സമരം നടത്തുന്ന റോക്കി ബാനിയായിരുന്നു കുറച്ചു നേരം മുമ്പ് വരെ ലൈവില് കണ്ടത്. അത് തന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ റാസ്കൽ എന്നുള്ളത് അത്ര വലിയ തെറിയൊന്നുമല്ല. അതിലും കൂടിയ സാധനങ്ങൾ അറിയാവുന്ന ആളാണ് റോക്കി എന്ന് നമുക്കും അറിയാം, നമുക്കത് അറിയാമെന്ന് റോക്കിക്കും അറിയാം. വെറുതെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഒരു നിരാഹാര സമരം റോക്കി എടുത്തത്. പിന്നെ റോക്കി ഇതുവരെ ആ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല ആ ഹൗസിൽ, അത് പുള്ളി പറഞ്ഞത് സത്യമാണ്. പിന്നെ അപ്സനെ ഇറക്കുന്നത് പോലെ ഒരു ഫാമിലി കാർഡ് ഇറക്കി റോക്കി കളിച്ചിട്ടില്ല. പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ തിരിച്ചും പറഞ്ഞു, അത് അവിടെ കഴിഞ്ഞു എന്നാണ് റോക്കി പറയുന്നത്. പവർ ടീമിനാണെങ്കിൽ ഇതൊന്ന് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. അവരുടെ ഒരു എഫേർട്ട് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഇതൊന്ന് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയ്ക്ക് പോലും രണ്ടുപേരും കൂടി കട്ട വഴക്കായിരുന്നു. അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഫുൾ ബഹളമായിരുന്നു. എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, നീ വെറും പെണ്ണ്, നീ അത്ര വലിയ സംഭവമൊന്നും അല്ല, 2 അവാർഡ് കിട്ടിയെന്ന് വെച്ച് നീ വലിയ ആളല്ല എന്ന് അപ്സരോട് ഈ ഒരു ഫൈറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ റോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രൊഫഷണലി കയറി അറ്റാക്ക് ചെയ്തത് തന്നെയാണ്. അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ ഇതൊരു പേഴ്സണൽ അറ്റാക്കിങ്ങിലേക്ക് പോകുന്നത് അപ്സരയും റോക്കിയും തമ്മിൽ. പിന്നെ സാല എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ തെറികളും റോക്കി അപ്സരനെ വിളിച്ചിട്ടുണ്ട് ഹിന്ദിയിൽ. അതൊക്കെ കഴിഞ്ഞാണ് റോക്കിയും സിജോയുമായിട്ട് ഈ ഒരു തർക്കം തുടങ്ങുന്നത് ലിവിംഗ് റൂമിൽ വെച്ചിട്ട്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ സിജോ ഈ ഒരു പ്രശ്നം സോൾവ് ആക്കാനല്ല ശ്രമിച്ചത്. അത് വലുതാക്കി ഊതിപ്പെരിപ്പിച്ച് വഷളാക്കാൻ വലിയൊരു പങ്ക് തന്നെ സിജോ വഹിച്ചിട്ടുണ്ട്. മറ്റേ മൂക്കിലെ പൂടയൊക്കെ എടുത്ത് കാണിച്ച് ഒരുമാതിരി കച്ചറ വഴക്കാകുന്നത് സിജോയുടെ ഇൻവോൾവ്മെന്റ് കൂടിയാണ്. ഒരു കാര്യമില്ലാതെ വഴിയോടെ പോകുന്ന വള്ളിയാണ് സിജോ എടുത്ത് തലയിലൂടെ കയറ്റി വെച്ചതും അടിമേടിച്ചതും. യഥാർത്ഥ പ്രശ്നം അപ്സരയും റോക്കിയും തമ്മിലായിരുന്നു. റാസ്കൽ വിഷയമാണ് മെയിൻ. അതിന് അപ്സരയും റോക്കിയും അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം സോറി പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് രാവിലത്തെ പുളിച്ച പുലാവിന്റെ കേസ് വീണ്ടും പൊങ്ങി വരികയാണ്. അടി പൊട്ടാൻ ഇപ്പോഴും നമ്മൾ കാത്തിരിക്കുകയാണ്. ഇതുവരെ ലൈവിൽ പൊട്ടിയിട്ടില്ല. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.